പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ സഹോദര സംഘടനകൾ, നമ്മളുമായിട്ട് അഭേദ്യമായി ബന്ധം നിലനിൽക്കുന്ന പാർട്ടികൾക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും പലപ്പോഴും അതിൽ സുപ്രഭാതത്തിന്റെ താളുകൾ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ സാമ്പത്തിക സംവരണം പാസാക്കി, ഇന്ത്യൻ പാർലമെന്റിൽ സാമ്പത്തിക സംവരണം പാസാക്കി. ആ സാമ്പത്തിക സംവരണം പാർലമെന്റിൽ പാസാക്കിയ സമയത്ത് ആ സാമ്പത്തിക സംവരണത്തെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തത് മുസ്ലിം ലീഗിന്റെ എംപിമാർ മാത്രമായിരുന്നു. CPM സാമ്പത്തിക സംവരണത്തിന് അനുകൂലമായിരുന്നു, കോൺഗ്രസ് സാമ്പത്തിക സംവരണത്തിന് അനുകൂലമായിരുന്നു. ആ സാമ്പത്തിക സംവരണത്തിന് കോൺഗ്രസ് അതിനനുകൂലമായിട്ട് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ ചന്ദ്രികയിൽ കോൺഗ്രസിനെ വിമർശിച്ച് ലേഖനം എഴുതാൻ പറ്റുമോ? പരിമിതിയുണ്ട്. നമ്മൾ വിമർശിക്കാത്തതിന് കുറ്റം പറയല്ല, പരിമിതി ഉണ്ടാകും. നേരെ മറിച്ച് മുസ്ലിം ലീഗിന്റെ 2 എംപിമാർ പാർലമെന്റിൽ സാമ്പത്തിക സംവരണത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതിന്റെ ന്യായാന്യായങ്ങളും കോൺഗ്രസും CPM അതിൽ സ്വീകരിച്ച നിഷേധാത്മകമായ നയങ്ങളും തുറന്നെഴുതാൻ, ഒരു നിയന്ത്രണവുമില്ലാതെ, ഒരു പരിമിതിയുമില്ലാതെ തുറന്നെഴുതാൻ സുപ്രഭാതത്തിന്റെ താളുകൾ വേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ പത്രത്തെ മറ്റു പലയിടങ്ങളിലും എഴുതാൻ പറ്റാത്ത, മറ്റു പലയിട വേദികളൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനു കൂടി മുതൽക്കൂട്ടാകുന്ന രീതിയിൽ എഴുതാനും പറയാനും ശബ്ദിക്കാനും അവകാശങ്ങളെ കുറിച്ച് ചോദിക്കാനൊക്കെ സാധിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ പത്രം പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ആത്യന്തികമായി സമുദായത്തിനും സംഘടനക്കും ഈ ഉമ്മത്തിന്റെ കൂട്ടായ്മക്കും ഗുണകരമായ സമീപനം മാത്രമേ സുപ്രഭാതം സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മുടെ പത്രത്തെ ആ അർത്ഥത്തിൽ കാണുവാനും അതിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കുപ്രചാരണങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനും നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ അത്തരം തെറ്റിദ്ധാരണകൾ പരക്കുമ്പോൾ നമ്മളെ പോലെയുള്ള സംഘടനയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകന്മാരും ഭാരവാഹികളും അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തെറ്റിദ്ധാരണകൾ ദൂരീകരിച്ച് നമുക്കിടയിലുള്ള സൗഹൃദവും നമുക്കിടയിലുള്ള ഐക്യവും നമ്മുടെ കൂട്ടായ്മയൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം.